ഓരോരോ പ്രശ്നങ്ങൾ ഓർക്കുമ്പോ ഉറക്കം വരുന്നില്ല. അല്ല, മാഷ് ഉറങ്ങിയില്ലേ? ചിന്നു ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോ എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയുന്നത്? മനസ്സിലായില്ല. ചിന്നു എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ മാഷെന്നൊക്കെ വിളിക്കുന്നത്? അത് ബഹുമാനം കൊണ്ടാ. വെറൊരു ഡ്രൈവറായ ആള് ജീവിതത്തോട് പൊരുതി ലോ കോളേജിലെ അധ്യാപകനായി മാറിയില്ലേ? ആ ഒരു ബഹുമാനം കൊണ്ടാ മാഷെ. അതൊക്കെ പോട്ടെ, ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കാൻ മാത്രം ചിന്നുവിനെ അലട്ടുന്ന പ്രശ്നം എന്താ? എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞു തീർക്കാൻ നിന്നാ അതിനൊരു രാത്രി മതിയാവില്ല. ചിന്നുവിന്റെ പ്രശ്നങ്ങൾ ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വന്നാലും കേൾക്കാൻ ഞാൻ തയ്യാറാണല്ലോ. ഒരു ജീവിതകാലം എന്ന് പറയുമ്പോ അത് നീണ്ടൊരു കാലഘട്ടമല്ലേ? ചിന്നുവിന് വേണ്ടിയാകുമ്പോ എത്ര കാലം വേണമെങ്കിലും ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നീ പറയുന്നത് കേൾക്കാനേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ട. എന്താ മാഷെ കയ്യില്? എന്താ? സർപ്രൈസ്. അയ്യോ, ഈ പുസ്തകം സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? ഈ പുസ്തകം എടുക്കാനേ ചിന്നു ലൈബ്രറി മുഴുവൻ തിരക്കിയത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. സന്തോഷായി. ഇനി എനിക്ക് ഉറക്കം വന്നില്ലെങ്കിലും സാരമില്ല, ഇത് വായിക്കാമല്ലോ. എനിക്ക് ഈ നാട്ടിലെ ഏറ്റവും നല്ല വക്കീലായി മാറണം. ഒരുപാട് പാവങ്ങളെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനെല്ലാം നിന്നെ കൊണ്ട് സാധിക്കും ചിന്നു. നീ ആദ്യം ഈ പുസ്തകം ഒന്ന് തുറന്നു നോക്കി. വിത്ത് ലവ്, മഹി. മാഷത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നീ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടല്ലേ ലോ പഠിക്കാനായിട്ട് ലോ കോളേജിൽ ചേർന്നത്? അത് വായിച്ചിട്ട് എന്തു മനസ്സിലായെന്ന് ചിന്നു തന്നെ പറ, കേക്കട്ടെ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഞാൻ എന്നോടുള്ള പ്രേമമായിട്ട് കരുതിയേനെ. പക്ഷെ ഈ മാഷ് അങ്ങനെയൊന്നല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിത് പഠിച്ച് മിടുക്കിയായി പരീക്ഷ പാസ്സായി നല്ലൊരു വക്കീലായി വരണമെന്ന് സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നല്ലേ മഹിസാർ ഈ വാക്കുകളോട് ഉദ്ദേശിച്ചേ? ഉറക്കം വന്നില്ലെങ്കിലും വിരോധമില്ല. അത്രയും നേരം ഈ പുസ്തകം എനിക്ക് വായിച്ചു പഠിക്കാമല്ലോ. എന്ന് ഞാൻ പഠിക്കട്ടെ. മാഷ് പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്.